വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ലാജോ ജോസിൻ്റെ ഹൈഡ്രേഞ്ചിയാണ്. പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് റിട്ടേൺ ചെയ്തു, അതാണ് കയ്യിലില്ലാത്തത്. ലാജോ ജോസിൻ്റെ പുസ്തകങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു കേട്ടോ. ഇനി റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ യൂഷ്വൽ ക്രൈം ത്രില്ലർ പുസ്തകം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഇതിനോടകം വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പുസ്തകം കൂടിയാണ് ഹൈഡ്രേഞ്ചിയ. ഹൈഡ്രേഞ്ചിയയുടെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 330 രൂപയാണ് MRP. 264 പേജുള്ള അത്യാവശ്യം വലിയൊരു ബുക്കാണ്, പക്ഷെ പെട്ടെന്ന് വായിച്ചു തരും. ഈ ഒരു ജേണറിലുള്ള പുസ്തകത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് പേജസ് ഏകദേശം ഒരു 230-നും 300-നും ഇടയിലായിരിക്കും, പക്ഷേ ഇത് പെട്ടെന്ന് വായിച്ചു തരും. അതാണ് അതിൻ്റെ ഒരു ഭാഷയുമൊക്കെ സിമ്പിൾ ആയതുകൊണ്ടും, പിന്നെ ഒരുപാട് മറ്റേ പോയറ്റിക് സാധനമല്ലല്ലോ അതിനകത്ത് മൊത്തം ത്രില്ലർ ജേണറിലുള്ള നമ്മളെ വായിച്ച് കൊണ്ടുപോകുന്ന സാധനമായതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു തരും. കോഫി ഹൗസ് വായിച്ചിട്ടുണ്ടെങ്കിൽ കോഫി ഹൗസിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, എസ്തറും അപർണയും, അവർ തന്നെയാണ് ഹൈഡ്രേഞ്ചിയയിലും ഉള്ളത്. അപ്പം കണ്ടിന്യൂറ്റി ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. എന്നാലും ഞാൻ കോഫി ഹൗസ് വായിച്ചിട്ടാണ് ഹൈഡ്രേഞ്ചിയ വായിച്ചത്. സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ കണ്ടിന്യൂറ്റിയുടെ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ക്യാരക്ടേഴ്സ് ഇതാണ്, നമുക്ക് ക്യാരക്ടേഴ്സിനോട് കുറച്ചുകൂടി അടുപ്പം തോന്നും എല്ലാം കൂടി ഇങ്ങനെ അടുപ്പിച്ചൊക്കെ വായിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇത് എന്തുകൊണ്ട് സിനിമയായില്ല എന്നാണ്. കാരണം റൂത്തിൻ്റെ ലോകമൊക്കെ സിനിമ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരുപാട് സിനിമാസ്കോപ്പുള്ളൊരു കഥയാണ്. കാരണം അതിനകത്തൊരു സിനിമാറ്റിക് മൂഡുണ്ട്. ഫസ്റ്റ് എൻഡ് നല്ല രസത്തിൽ കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ഇൻ ലാജോ ജോസിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ടോപ്പ് 3-ലെങ്ങാനും വരാൻ ചാൻസ് ഉള്ള ഒരു പുസ്തകമാണ് ഹൈഡ്രേഞ്ചിയ. അപ്പോൾ അതിനകത്തൊരു പ്രോപ്പർ ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. കഥയുടെ ഒരു 1 ലൈൻ പറയാനാണെങ്കിൽ, ഒരു സ്ഥലത്ത് ഒരു ടൗണിൽ തുടരെ കൊല്ലപ്പെടുന്ന റാൻഡം ആയിട്ടുള്ള സ്ത്രീകളെ, അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കുകളൊന്നുമില്ല. അപ്പോൾ സീരിയൽ കില്ലറാണോ മറ്റേ സൈക്കോപാത്ത് കില്ലിംഗ് ആണോ, പിന്നെ എല്ലാം ഒരു ഫോർമാറ്റ് കാണത്തില്ലേ, ഫോർമാറ്റുകളൊന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു കൊലപാതകം, അങ്ങനെ ഒരു കൊലപാതക പരമ്പര. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതാണ്, അത് സോൾവ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ഹൈഡ്രേഞ്ചിയയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം. ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്ന ആ പൂക്കളുണ്ടല്ലോ, പിങ്ക് നിറത്തിലുള്ള ഹൈഡ്രേഞ്ചിയ പൂക്കൾ. അപ്പോൾ ഈ പൂക്കളുമായിട്ട് കില്ലറിനുള്ള കണക്ഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ തരുന്ന ഒരു വിഷ്വൽ സാധനമുണ്ട്. നമുക്ക് വായിച്ചു പോകുമ്പം നമുക്കും കൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഭംഗി, അതായത് ഒരു കില്ലിംഗ് സീനിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഞാനങ്ങനെ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് കൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഭംഗി, ആ ഭംഗി നറേറ്റ് ചെയ്ത് പോകുന്നൊരു പുസ്തകമാണിത്. പുസ്തകത്തിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ അതാണ്, നമുക്ക് മടുപ്പിക്കില്ല. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. അപ്പം ആ ത്രെഡ് ഇങ്ങനെ പോവുകയാണ്, ഒരു പോയിന്റിൽ നമുക്കിത് മാറ്റി വയ്ക്കാൻ തോന്നില്ല. വായിച്ചു തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയി വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വായന തന്നെയാണ്. ആൻഡ് യൂഷ്വൽ ലാജോ ജോസിൻ്റെ പുസ്തകങ്ങളിൽ ഫോളോ ചെയ്യുന്ന എല്ലാ റൂൾസും ഇതിനകത്തിനും ഫോളോ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ഫാക്ട് എക്സ്പ്ലനേഷൻ, സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെയും കൂടി കൺവിൻസ് ആക്കുന്ന രീതി, അത് ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ച് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഥ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സ്ഥിരം റൈറ്റിംഗ് പാറ്റേൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിനകത്തിലും വർക്കായിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം, എനിക്ക് മറ്റു പുസ്തകങ്ങൾ വായിച്ചപ്പോൾ തോന്നിയതിനേക്കാളും കുറച്ചും കൂടെ പ്രെഡിക്റ്റിംഗ് അല്ലാത്തതും അല്ലെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടും തോന്നി ഹൈഡ്രേഞ്ചിയ വായിച്ചപ്പോൾ. ബിക്കോസ് ഹൈഡ്രേഞ്ചിക്കകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ വായിക്കുന്ന പോലത്തെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഓരോ വിഷ്വൽ, ഓരോ സീനിലും ആ കംപ്ലീഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കില്ലർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇരയെ വാച്ച് ചെയ്യുന്ന രീതി, അവർ റൂമിനകത്ത് നിൽക്കുമ്പം ഇയാൾ കൊല്ലാൻ വേണ്ടി പുറത്തുനിന്ന് നോക്കുന്ന രീതി, അങ്ങനത്തെ ഓരോ സാധനത്തിലും ഭയങ്കരമായിട്ടുള്ള നറേറ്റീവൊക്കെ ഭയങ്കര നല്ലതാണ്. അതായത് ജോഗ്രഫിയും രാത്രി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രീതിക്കകത്ത് നിന്ന് വായനക്കാരന് നല്ലോണം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ല എലമെൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെച്ച് പുസ്തകം അത്ര ഒത്തിരി ആവശ്യമില്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രേഞ്ചിയ ഒരു നല്ല പാക്കേജാണ്. നല്ലൊരു റീഡിനും അതെ, എനിക്ക് തോന്നുന്നൊരു വിഷ്വൽ എക്സ്പീരിയൻസിന് ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിലും അതിനും അതേ തോന്നുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ ഹൈഡ്രേഞ്ചിയ വായിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്രൈം ത്രില്ലർ ഈ ജേണറിൽ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഓൾറെഡി ലാജോ ജോസിൻ്റെ മറ്റ് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളുമാണെങ്കിൽ, ഹൈഡ്രേഞ്ചിയ വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും വായിക്കാൻ. മറ്റു പുസ്തകങ്ങളെ അപേക്ഷിച്ച് എന്തോ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാധനം എനിക്ക് ഇതിനുണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ വായിക്കാൻ നല്ലൊരു പിക്കാണ് ഹൈഡ്രേഞ്ചിയ എന്ന് പറയുന്നത്. പിന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് മറ്റേ പുസ്തകങ്ങൾ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. മറ്റ് പല പുസ്തകത്തിനും ചിലപ്പോഴൊക്കെയും ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഒരുപോലെ എന്നൊക്കെ എനിക്ക് ചിലതിലൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ നിങ്ങൾ ക്രൈം ത്രില്ലർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചുമ്മാ പോയിട്ട് പിക്ക് ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു ഈസി പിക്കാണ് ഹൈഡ്രേഞ്ചിയ. പെട്ടെന്ന് വായിച്ചു തരും. ബിഗിനർ ആണെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുസ്തകമാണ്. പെട്ടെന്ന് പേജ് മറിഞ്ഞ് കിട്ടുന്ന ബുക്കാണ്. ആൻഡ് നിങ്ങൾക്കൊരു മറ്റേ സൈക്കോപാത്ത്, സൈക്കോ കില്ലർ ഇങ്ങനത്തെ സീരീസ് കാണാൻ, ബുക്ക് വായിക്കുകയൊക്കെ അതൊക്കെ രസമാണെങ്കിൽ, ഒരു ഹോബി ആണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.